ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് ബസ്മതി റൈസ് വേവിച്ചതുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇത് എളുപ്പം തയ്യാറാക്കാമെന്ന് മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബസ്മതി റൈസ് ആണ്. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 20 മിനിറ്റ് കുതിരാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ അളവ് കപ്പിലോ 1.25 കപ്പ് ഉണ്ടാവും. ഇതൊരു 3 പ്ലേറ്റ് ചോറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റൈസ് എടുക്കാം. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഞാനിവിടെ വാഷ് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എന്തൊക്കെ വേണമെന്നും അതിൻ്റെ അളവ് ഞാൻ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന ശേഷം പറയാം കേട്ടോ. റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. അതിൽ റൈസിൻ്റെ 4 ഇരട്ടി വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചു തുടങ്ങുന്ന സമയത്ത് വെള്ളത്തിന് പാകമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ബിരിയാണിക്കൊക്കെ ചോറ് വേവിക്കുന്ന അരി വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കൊന്നും വേണ്ട. ഉപ്പ് ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. കൂടി പോയി കഴിഞ്ഞാൽ കൊള്ളുണ്ടാവില്ല. 20 മിനിറ്റ് കുതിർത്തി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചോറ് കുക്ക് ചെയ്തെടുക്കാം. ഇതിട്ടിട്ട് എങ്ങും പോവരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം ഞാനിവിടെ റൈസ് ഇട്ടെടുത്ത് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ഓയിലും ഇട്ട് കൊടുക്കുന്നത്. ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ നീരും ഗീയും റൈസ് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഗീയോ മാത്രം ഇട്ട് കൊടുക്കുക. ഫ്രൈഡ് റൈസിന് ചോറ് വേവിക്കുമ്പോൾ വേവിൽ വ്യത്യാസമുണ്ട്. ബിരിയാണി മാതിരിയല്ല. അരി വേവുന്നതിന് മുമ്പ് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല കഷ്ണങ്ങളാക്കി നുറുങ്ങിപ്പോരും. അപ്പോൾ ആ സമയം അവിടെ കഴിഞ്ഞിട്ട് ഇച്ചിരി ബലം പിടിച്ചിട്ടാണെങ്കിലും പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ആവുന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചോറ് സ്ട്രെയിൻ ചെയ്ത് വെള്ളം കംപ്ലീറ്റ് പോയ അപ്പം തന്നെ എടുത്ത് മറ്റൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ചൂടാറാനായിട്ട്. ഫ്രൈഡ് റൈസിൽ ചോറിൻ്റെ വേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആകെ പൊടിഞ്ഞു പോകും. ഇനി വേവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എടുക്കുക. ചോറിഞ്ഞ് നന്നായിട്ട് തണുക്കണം. ആ സമയം കൊണ്ട് ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ഒനിയൻ ആണ്. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ഗ്രീനും 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ക്യാബേജ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഗ്രീൻ ചില്ലി 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഗാർലിക്കാണ്. അല്ലി തീരെ ചെറുതായതുകൊണ്ട് ഒരു 10-12 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അരിഞ്ഞത് ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. ഈ സമയം കൊണ്ട് ചോറ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെറുവെറുന്ന് ഒറ്റപ്പെട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചോറ് റെഡിയാക്കി എടുക്കാം. ഇനി ചോറ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉള്ളതിൽ ഏറ്റവും വലിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ വലുതുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ചോറ് പെട്ടെന്ന് ഡ്രൈ ആവാനും അടി പിടിക്കാണ്ടിരിക്കാനും അതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈഡ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് അതനുസരിച്ച് അധികം ഇട്ട് വേവിക്കുക. അതുപോലെ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെ അരിഞ്ഞ് വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യുന്ന സമയത്ത് 2-3 പ്രാവശ്യമായിട്ട് ചോറും വെജിറ്റബിൾസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ചോറ് ഒരുമിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ആയി കിട്ടില്ല, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. തീ കുറച്ചിടരുത്. തീ കുറച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. തീ കൂട്ടി തന്നെ ഇടാം. പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഇട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൽ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ബീൻസ്, പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ്, ക്യാപ്സിക്കം പല കളർ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുക. അതിനുശേഷം വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും വഴറ്റി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാൻ മറന്നു പോയതാട്ടോ. ക്യാപ്സിക്കം ഇച്ചിരി ദൂരെ ഇരിക്കായിരുന്നു, അത് വിട്ട് പോയിടാനായിട്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒപ്പം എടുത്തു വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടിൽ നിന്ന് പകുതി ഭാഗം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻ ശരിക്കും ചോറൊക്കെ ഇട്ടുകൊടുത്ത ശേഷം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്താൽ മതി. അത് ആദ്യം തന്നെ ഇടേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പകുതി ഇട്ടുകൊടുത്തേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തത് പഞ്ചസാരയാണ്. ഒത്തിരി വേണ്ട, ഒരു 1/2 ടീസ്പൂണിന് താഴെയായിട്ട് പഞ്ചസാര ഇട്ടുകൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ടുകൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ടീസ്പൂൺ ആയതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. 10 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചോറിട്ടെടുക്കുക. ചോറിട്ടെടുത്ത ശേഷം ചോറ് അടയാതെ അടിയിൽ നിന്ന് കോരി മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയുടെ ഒപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചോറിട്ടെടുത്ത് 5 മിനിറ്റോളം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻ പാർട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തോന്നുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതോടൊപ്പം കുക്കുംബറും ചില്ലി ഉപ്പിലിട്ടതാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിപ്പി ഇതോടൊപ്പം തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവരൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.